ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ടാക്കോസ് ആണ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ടാക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു മെക്സിക്കൻ ഡിഷാണ്. അത് മലബാർ സ്റ്റൈലിൽ ചെയ്താൽ എങ്ങനെയിരിക്കും? അപ്പോൾ നമുക്ക് ഡിഷിലോട്ട് കിടക്കാം. ടാക്കോസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ മാവ് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് ഗോതമ്പ് മാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് റോസ്റ്റഡ് റവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് റിഫൈൻഡ് ഓയിൽ. ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ സാരമില്ല. അടുത്തത് നമ്മൾ കുറച്ച് വെള്ളം, പച്ചവെള്ളം ചേർത്ത് കൊടുത്ത് മാവിൻ്റെ രൂപത്തിൽ നമുക്കിതൊന്ന് കുഴച്ച് എടുക്കണം. നോക്കൂ, ഞാനിവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടി നമുക്കൊരു ഏത്തപ്പഴം പുഴുങ്ങി 4 കളഞ്ഞ് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു 4-5 ഡേറ്റ്സ് എടുത്തിട്ട് അതും മിക്സിയിൽ വെറുതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഫില്ലിങ്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി 2 കൂടി ചേർത്ത് നല്ല രീതിക്ക് കുഴച്ചെടുക്കണം. ഏത്തപ്പഴം നല്ല പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഏത്തപ്പഴത്തിനും ഡേറ്റ്സിനും തന്നെ നല്ല മധുരം ഉണ്ടാവും. അടുത്തതായി ഈ ഫില്ലിങ് കുറച്ച് നമുക്ക് കയ്യിലെടുക്കാം. ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ എന്ന് പറയും. എന്നിട്ട് ഇതുപോലെ ഉരുട്ടി ഷേപ്പാക്കി എടുക്കണം. കണ്ടോ? അത് മാത്രമല്ല, ഈ ഫില്ലിങ് ഉരുണ്ട പിടിക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ കയ്യിൽ കുറച്ച് നെയ്യും പുരട്ടി വെച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഫില്ലിങ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാം. പഴത്തിൻ്റെ കൂട്ട് ഞാൻ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മാവ് തൂവി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ രൂപത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡൊന്നും ആരും കാര്യമാക്കണ്ട, കാരണം ഇത് റവ ചേർത്തിക്കുന്നതുകൊണ്ട് സൈഡൊക്കെ പൊട്ടിയേ വരുള്ളൂ. ടാക്കോസിന് വേണ്ടിയുള്ള മാവ് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊന്നും കാര്യമാക്കണ്ട. ഇനി ഇതുപോലത്തുള്ള അടപ്പ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും അല്ലേ? ഇനി അതെടുത്തിട്ട് ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ അത് വെട്ടിയെടുക്കണം. അതിനു മുമ്പായിട്ട് ഈ മാവിൻ്റെ സൈഡ് കണ്ടോ? ഇത്രയും തിക്നെസ് എങ്കിലും വേണം, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി ഞാൻ മൂടി വെച്ച് കൊടുത്ത് ഒന്ന് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ? ആദ്യത്തെ ഒരെണ്ണമായി, രണ്ടാമത്തത്. എനിക്കിതൊന്ന് 3 കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സൈഡൊക്കെ എടുത്ത് പതിയെ ബാക്കിയുള്ള മാവ് വിടിപ്പിച്ച് എടുക്കണം. ഇതുപോലെ കണ്ടോ? അപ്പോൾ നമുക്കിനി ടാക്കോസ് ചെയ്ത് തുടങ്ങാം. അതിനു വേണ്ടി ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വട്ടം ഒരെണ്ണം എടുക്കുക, ഫില്ലിങ്ങും ഒരെണ്ണം എടുക്കുക, അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്ത് മടക്കി പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിക്ക് ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ആ ഫില്ലിങ് പുറത്ത് വരാതെ ഇരിക്കുള്ളൂ. കാണുന്നുണ്ടോ? ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ടാക്കോസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ലോ ടു മീഡിയം ഫ്ലെയിമാണ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് എണ്ണ ഇതുപോലെ തെളിയിച്ച് കൊടുക്കുകയും വേണം. നമുക്കിതൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്ത് എടുക്കുകയും വേണം. നമുക്കിനി ടാക്കോസ് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കാണുന്നുണ്ടോ? നല്ല ഭംഗിയില്ലേ ഇപ്പം തന്നെ കാണാൻ? ഞാനിവിടെ നേരത്തെ ടിഷ്യൂ പേപ്പർ ഇട്ട് ഒരു ബൗൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ടാക്കോസ് മാറ്റാം. ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. സോ ഫ്രണ്ട്സ്, ഞാൻ ടാക്കോസ് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രുചി കൂട്ടാനായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്ത് കൊടുക്കണം. അതായത് ഞാനിവിടെ കുറച്ച് തേങ്ങ നെയ്യിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. വറുത്തല്ല,
അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ശർക്കര പാവ് വേണം. ഇത് രണ്ടും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ തേങ്ങയും നെയ്യിൻ്റെ കൂട്ടിൻ്റെ അകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി തൂവി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ടാക്കോസ് എടുക്കാം. എന്നിട്ട് എടുത്ത് വെച്ചേക്കുന്ന ശർക്കര പാവിലേക്ക് അതിൻ്റെ സൈഡ് മാത്രം ഒന്ന് മുക്കി കൊടുക്കാം. അതിനുശേഷം എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൂട്ടിൻ്റെ അകത്ത് ഒന്ന് പൊതിഞ്ഞ് എടുക്കാം. കാണുന്നുണ്ടോ? ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ടാക്കോസ് എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാനിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ഇന്നോവേഷൻ റെസിപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.